ഒരു വേദനാജനകമായ യാഥാർത്ഥ്യമാണ്. ഒരിക്കലെങ്കിലും നാം സഹായിച്ചിട്ടുള്ളവരായിരിക്കും ഇപ്പോൾ നമ്മളെ ശത്രുക്കളായി കണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ നമ്മുടെ സഹായത്തിന്റെ ഹസ്തം നീട്ടപ്പെട്ടേക്കാം. നാം അവരെ സഹായിച്ചിട്ടുണ്ടാകാം. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ അത് മറക്കുന്ന ഒരു പ്രവണത മനുഷ്യന് സഹജമാണ്. ആരെല്ലാം നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞാലും, നമ്മുടെ സഹായം കൈനീട്ടി സ്വീകരിച്ച ആരൊക്കെ നമ്മെ ശത്രുപക്ഷത്ത് മാറ്റി നിർത്തിയാലും, നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞാലും, നമ്മെ നിന്ദിച്ചാലും, അനാവശ്യ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പ്രചരിപ്പിച്ചാലും, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: നന്മ ചെയ്യുകയിൽ നാം തളർന്നു പോകരുത്. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. മടുത്തു പോകാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു, നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്കുക, നീ അവന്റെ മേൽ തീക്കനൽ കുന്നിക്കും. എന്ന് വെച്ചാൽ അവൻ നശിച്ചു പോകുമെന്നല്ല അതിന്റെ അർത്ഥം. അവന്റെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഒരു തോന്നൽ, എപ്പോഴെങ്കിലും ഒരു തിരിഞ്ഞ് ചിന്തിക്കൽ ഉണ്ടാകും. അതുകൊണ്ട് ധൈര്യമായിട്ട് നന്മകൾ ചെയ്യുക. നമ്മെ ഇഷ്ടമല്ലാത്തവർക്കും നന്മ ചെയ്യുക. നമ്മെ സ്നേഹിക്കാത്തവർക്കും നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മെ അതിനായിട്ട് ദൈവം ശക്തീകരിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഗാഡ് ബ്ലെസ് യു.